ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ ആയിട്ട് വന്നതെന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിലുള്ള ആ കാലഘട്ടത്തിലെ കുട്ടികളുടെ കളികളും അതുപോലെ ഓരോരുത്തരും അവരവർക്ക് എല്ലാം നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും അറിയും, അയൽപ്പക്കങ്ങളിലൊക്കെ പോയിട്ട് കളിക്കും. ആ ഒരു കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു കളികളും അത് തമ്മിലുള്ള കാലത്തിൻ്റെ ഒരു മാറ്റം അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേറൊന്നല്ല, നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സ്കൂൾ വെക്കേഷനിൽ അതായത് മധ്യവേനൽ അവധി എന്ന് പറയുമല്ലോ, ഈ സമയങ്ങളിൽ നമ്മൾ പാടത്തും പറമ്പിലും ഒക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാ കുട്ടികളും കൂടിയിട്ട്, അടുത്തുള്ള കുട്ടികളൊക്കെ കൂടിയിട്ട്. അതുപോലെ അന്നൊക്കെ നമുക്ക് പറമ്പുകളൊക്കെ ധാരാളം ഉണ്ട്, ഇന്നത്തെ പോലെ കുറച്ച് സ്ഥലങ്ങളിൽ വീടുകളായിട്ടല്ല. അപ്പോൾ ആ പറമ്പുകളിലൊക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിലെ കളികൾ അനുസരിച്ചിട്ട് ഞാൻ ഇതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ പാട്ടിൻ്റെ അനുകരണം, അല്ലെങ്കിൽ അമ്പലം കെട്ടിയിട്ട് അമ്പലം നമ്മൾ ശർക്കരയും നാളികേരും മരിയൊക്കെ ഓരോ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പായസം ഉണ്ടാക്കുക. അതുപോലെ കവുങ്ങിൻ്റെ പട്ടകൾ കയറ് കെട്ടിയിട്ട് തൂക്കിയിട്ടിട്ട് വീട് പോലെ കെട്ടുക, അല്ലെങ്കിൽ അമ്പലം പോലെ കെട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടും. അതുപോലെ നമ്മൾ പാമ്പും തുള്ളലുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആ പാമ്പും തുള്ളലിൻ്റെ കളങ്ങൾ കണ്ടു വന്നു കഴിഞ്ഞാൽ തുള്ളൽ, കവുങ്ങിൻ്റെ പൂക്കലെടുത്തിട്ട് നമ്മൾ തുള്ളും. അത് വെറുതെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് അല്ലേ, അങ്ങനെയൊക്കെ പാടിയിട്ട്. അതിന് ഒരു പാട്ടൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ മറന്നു കേട്ടോ, പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പം മറവി നമ്മളതിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാടിയിട്ടൊക്കെ നമ്മൾ കളിക്കും അല്ലേ. അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ നമ്മളൊരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം മുള്ളൂർക്കരയിലാണ് CMS എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലാവണ സമയത്ത് നമ്മൾ നടന്ന് വന്നിരുന്നൊരു കാലമുണ്ട് കേട്ടോ മുള്ളൂർക്കരയ്ക്ക്. അതുപോലെ നമ്മൾ ബസ് റൂട്ട് ചിലപ്പോൾ നമ്മുടെ ആ ഭാഗത്ത് കൂടെ ബസ് എല്ലാ സമയത്തും ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വരവൊരു വളവ് വരെ നടന്നു പോകേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ ഇരുന്നലങ്കോട് നിന്നാണെന്നുണ്ടെങ്കിലും മുള്ളൂർക്കരയ്ക്ക് നടന്നു പോയിട്ട് നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പാടത്ത് കൂടെ കടന്നു പോയിട്ട് കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഫസ്റ്റ് ഷോ കാണാൻ പോവാച്ച വേഗം ഞങ്ങളതിനെ 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ചോറ് തരും. എന്നിട്ട് നമ്മളതിനെയൊക്കെ പാടത്ത് കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ സിനിമ കഴിഞ്ഞ് വരുന്നൊരു കാലഘട്ടം. അതുപോലെ നമ്മൾ വേറെ എവിടേക്കെങ്കിലും ഇപ്പോൾ വിരുന്നൊക്കെ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെയൊക്കെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ബന്ധുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ വീടൊക്കെ അകമ്പാടെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നു പോയുള്ളൊരു കാലഘട്ടമുണ്ട്. ഇന്നിപ്പോൾ ആർക്കാർക്കും സമയമില്ല അല്ലേ, എന്തിനും പോകാനായിട്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും അധിക സമയം ചിലവഴിക്കാനോ ആർക്കും ഇല്ല അല്ലേ. അപ്പോൾ വാഹനങ്ങളിൽ ഇപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഓട്ടോകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അംബാസഡർ കാറായിരുന്നു. അപ്പോൾ അത് മുള്ളൂർക്കര എന്ന സ്ഥലത്തു നിന്നും വിളിച്ചിട്ടൊക്കെ വേണം നമ്മളവിടേക്കൊക്കെ വരണമെങ്കിൽ. അതുപോലെ പിന്നീട് ഓട്ടോ അപൂർവം ആയി തുടങ്ങി. ഇപ്പോൾ പിന്നെ ഇഷ്ടം പോലെ ആയി അല്ലേ. ഇപ്പോൾ ഓരോ വീട്ടിലും 3-4 വാഹനങ്ങളൊക്കെ ഉള്ള വീടുകളായി. അപ്പോൾ അങ്ങനെയാണെന്ന് പറയണം. അപ്പോൾ നമുക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തിക്കും തിരക്കുക. അന്ന് അത്ര പേടിക്കാനില്ല, റോഡിൽ കൂടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഇത്രമാത്രം പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതുപോലെ വീടുകളൊന്നുമില്ല വഴികളിൽ. ഞങ്ങൾക്ക് മുള്ളൂർക്കരയ്ക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഒരു വീടാണോ 2 വീടാണ് എനിക്ക് ഓർമ്മയില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ചെറിയൊരു വീടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലംകുന്ന് സ്കൂളാണ്. അവിടുന്ന് ഇങ്ങോട്ട് കടന്നു പോന്നു കഴിഞ്ഞാൽ ഇതുപോലെ തുറസായിട്ട് ഉള്ള സ്ഥലങ്ങളായിരുന്നു, വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ തുരുതുരാ വീടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ആ സ്ഥലങ്ങൾ ഇന്നിപ്പോൾ ശരിക്കും ജനവാസ കേന്ദ്രങ്ങളായിട്ട് മാറി. അതുപോലെ സ്ഥലങ്ങൾക്ക് നമുക്ക് പറയുന്ന പോലെ തന്നെ മണ്ണിനും വിണ്ണിനും മനുഷ്യനും എല്ലാം മാറ്റങ്ങളായി അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ ഇപ്പോൾ ഒന്ന് നമ്മളൊരു 5 മിനിറ്റ് നടക്കാനുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾ നടക്കില്ല. അപ്പോൾ അവർ അപ്പോൾ വേണം ഒന്നുകിൽ സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടി എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകും. അതിനപ്പുറമുള്ള സ്ഥലത്തേക്ക് വെച്ചാൽ കാർ എടുത്തിട്ട് പോകും. ഇന്ന് എവിടേക്ക് പോകണമെങ്കിലും അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ. പണ്ട് കാലത്തെ കുട്ടികൾക്ക് ഇതുപോലെ മൊബൈലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഇലക്ട്രോണിക് യുഗം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പരസ്പരം കളിക്കാൻ തീപ്പെട്ടി കൊണ്ടാണ് നൂല് കെട്ടിയിട്ട് ചരട് കെട്ടിയിട്ട് രണ്ടറ്റത്തും 2 ഒഴിഞ്ഞ തീപ്പെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഫോണായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒരു കാലഘട്ടം അല്ലേ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് പരസ്പരം മിണ്ടാൻ പോലും സമയമില്ല. കാരണം ജനിച്ച് വീണ കുട്ടികളടക്കം മൊബൈലിലാണ്, കാർട്ടൂൺ കണ്ടു തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് മിണ്ടാൻ സമയമില്ല, അച്ഛനമ്മമാരോട് കൂടി സംസാരിക്കാൻ സമയമില്ല. അപ്പം ചിലപ്പോൾ സംസാരിക്കാൻ താമസം നേരിടുന്ന കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ്? അവരോട് കുട്ടികളുടെ അച്ഛനമ്മമാർ സംസാരിക്കാത്ത കാരണം കൊണ്ടാണ് അവർ സംസാരിക്കാനായിട്ട് താമസം നേരിടുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികളോട് ഒപ്പം
ഓരോന്നോരോന്ന് സംസാരിച്ചുകൊണ്ട് നടന്ന് നോക്കി നോക്കൂ, ആ കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കും. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നോക്കൂ. അപ്പം മാറ്റങ്ങൾ അവിടുന്ന് തുടങ്ങി. അപ്പം നമ്മൾ കുട്ടിക്കാലങ്ങളിൽ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകുടുംബമായിരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് കുട്ടികളോട് ഓരോന്ന് കൊഞ്ചിച്ചും ലാളിച്ചും പറഞ്ഞും കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് നടക്കണോണ്ട് അവരൊക്കെ പെട്ടെന്ന് സംസാരിക്കും. ഇന്നുള്ള കുട്ടികളോട് ആരും ഒന്നും സംസാരിക്കാൻ നിൽക്കൂല, ആർക്കും സമയമില്ല, കുട്ടികൾക്ക് ഒട്ടും സമയമില്ല. കാരണം കാർട്ടൂൺ കാണില്ല, പിന്നെ എവിടെ സമയം. അപ്പോൾ ഈ മൊബൈൽ യുഗം, അതുപോലെ തന്നെ TV ഒന്നും ഇല്ലാതിരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കും ഇന്നത്തെ കുട്ടികൾക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ കാലത്തെ കുട്ടികൾ വീട്ടിൽ ആര് വിരുന്ന് വന്നാലും അവരറിയില്ല, കാരണം മൊബൈലിൽ നിന്ന് തല ഉയർത്തുന്നില്ല. അഥവാ കുട്ടികൾക്ക് വിരുന്നുകാർ വീട്ടിൽ വന്നാൽ ഒന്ന് തല പൊക്കി നോക്കും, അവരവരുടേതായുള്ള പ്രൈവസിയിൽ ഏതെങ്കിലും റൂമിൽ പോയിട്ടിരിക്കും. പിന്നെ ഏതെങ്കിലും കല്യാണങ്ങൾക്ക് നമ്മൾ പങ്കെടുക്കാൻ പോയി നോക്കൂ, കുട്ടികൾ തമ്മിൽ ബന്ധുക്കളാണെങ്കിൽ പോലും തിരിച്ചറിയണില്ല, അവരെല്ലാവരും മൊബൈലിൽ ഗെയിം കളിച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പം അടുത്തൊരു ദിവസം ഒരു ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആകെ കണ്ടിട്ട് ഷോക്കായി കുട്ടി, നമ്മളൊക്കെ നമ്മുടെ ഒപ്പമുള്ള ബന്ധുക്കൾ എൻ്റെ കുട്ടികളെന്നൊക്കെ കണ്ട ഒന്നിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഇന്നത്തെ കുട്ടികൾ കണ്ട ഒന്ന് ചിരിക്കും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ എല്ലാവരും മൊബൈലിലേക്ക് തലകൂപ്പിയിരിക്കുകയാണ് പറഞ്ഞു. ശരിയാണ്, അങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ കേട്ടോ. അതുപോലെ ഇന്നത്തെ കുട്ടികളും നമ്മൾ നടന്നു പോയി പഠിച്ചിട്ടുണ്ടായിരുന്നത് പോലെയല്ല, ഇന്ന് നമ്മൾ വണ്ടി ഏൽപ്പിക്കുകയാണ് കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ മക്കളെ നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോവുകയാണ് അല്ലേ. പിന്നെ പേടിക്കും വേണം. പണ്ട് കാലത്തെ പോലെ അല്ല, ഇന്നത്തെ കാലഘട്ടത്തിലെ മണ്ണും വിണ്ണും മനുഷ്യനും മാറി എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാം കൊണ്ടും മാറ്റായി കേട്ടോ. പൂച്ചയെ പോലും പേടിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന്. പട്ടീനെ പേടിക്കണം, പൂച്ചേനെ പേടിക്കണം, ഒക്കെ പേടിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെറുതുരുത്തിയിൽ ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും വിചാരിച്ചു ചൂട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പനി പിടിച്ചത് കൊണ്ടായിരിക്കാം എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ വിഷബാധയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പട്ടിക്കും പേണ്ട്, പൂച്ചയ്ക്കും പേണ്ട്. എത്രയോ വില കൊടുത്ത് മേടിക്കുന്ന പട്ടികൾക്ക് അതാത് സമയങ്ങളിൽ ഇഞ്ചക്ഷൻ കൊടുക്കാത്തവർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് ചിന്തിക്കുക. അപ്പം നമ്മൾ അത്രമാത്രം വില കൊടുത്ത് മേടിച്ചു വെച്ചാൽ അതുപോലെ വില കൊടുത്ത് ഇഞ്ചക്ഷനുകളും നൽകേണ്ടതാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ബന്ധുക്കളെ തിരിച്ചറിയോ? നമുക്ക് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അമ്മമ്മയുടെ ചെറിയമ്മയുടെ മകളുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ അടുപ്പാണ് നമ്മുടെ കാലഘട്ടത്തിൽ അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ കല്യാണം വിളിച്ചാലും അതുപോലെയൊക്കെ നമ്മൾ അങ്ങനെ ആ കല്യാണങ്ങൾക്കൊക്കെ പോകാനായിട്ടും ഒക്കെ ഉത്സാഹമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല. കാരണം അവർക്ക് ആരെയും അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് അവരുടെ ഫ്രണ്ട്സിനെ മാത്രമാണ്, ആ ഫ്രണ്ട്സിൻ്റെ കുടുംബക്കാരെ മാത്രമാണ്. അവർ വിളിച്ചാലുള്ള കല്യാണങ്ങൾക്കും പോവും, അവരുടെ വീട്ടിലേക്ക് അവർ നിത്യസന്ദർശകരായിട്ട് പോകാനും കുഴപ്പമില്ല. എന്നാൽ അവരുടെ അടുത്ത് ബന്ധുക്കളെ ചോദിച്ചു നോക്കി നോക്കൂ, അതെന്താ ബന്ധം വേണ്ട, അവരുടെ അമ്മായിയുടെ വീട്ടുകാരെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ മക്കൾ അങ്ങനെയാണ്. അത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അങ്ങനെ ഉണ്ട്. പക്ഷേ എല്ലാം അറിഞ്ഞ് ജീവിക്കുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയണില്ല. കുടുംബത്തിലെ എല്ലാ ബന്ധുക്കളെയും അറിഞ്ഞ് മനസ്സിലാക്കി അവരോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ച് പോകുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള കുട്ടികളും ഉണ്ട് ഇന്നത്തെ കാലത്തും. അപ്പം നമ്മൾ എത്ര അടുക്കും ചിട്ടും കാര്യങ്ങളായിട്ട് വളർത്തിയാലും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളിലൂടെ അല്ലാതെ അവർ ജീവിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അല്ലാതെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കാലഘട്ടം പോലെയല്ല ഇന്നത്തെ കാലഘട്ടം, ഞങ്ങൾക്ക് അറിയാമെന്ന് നമ്മളതിനെ ഉപദേശിക്കുന്ന പ്രായത്തിലെത്തിയിട്ടുണ്ട് കുട്ടികൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അയൽപ്പക്കക്കാരാരാണ്, ബന്ധുക്കൾ ആരാണ്, ഇതൊന്നും അറിയില്ല. കാരണം അവരാരായിട്ടും ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ അവർ നിൽക്കണില്ല. അവർക്ക് ഈ മൊബൈൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അപൂർവം ചില വീടുകളിൽ മാത്രമേ TV ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു വീടായിരുന്നു ഞങ്ങളുടെ വീടും. അപ്പോൾ അന്നൊക്കെ VCR ഒക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും ഓരോ കാസറ്റ് എടുത്തിട്ട്, അന്ന് 3 രൂപ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് 5 ആയി, പിന്നെ 7 ആയി, പിന്നെ 12 ആയി, 15 ആയി. ആ കാലഘട്ടം വരെ എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരാൾ അന്ന് എന്നെ കാസറ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറയും, എല്ലാവരും കൂട്ടം കൂടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് കാണും. ഇന്നിപ്പോൾ അങ്ങനെ പറ്റുമോ? നമ്മളൊരു ബന്ധു വീട്ടിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട വീട്ടിലേക്ക് ആയിക്കോട്ടെ, നമ്മളിന്ന് പോകണമെങ്കിൽ സമ്മതം മേടിച്ചിട്ട് വേണം പോകാനായിട്ട് അല്ലേ. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു നേരം അടിച്ചു തുടച്ചില്ലെങ്കിൽ പോലും ഒരു പ്രശ്നമല്ല. നമ്മുടെ അയൽപ്പക്കക്കാർ വരും, നമ്മളോട് കൂട്ടത്തിലിരിക്കും, വർത്തമാനം പറയും. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയൊക്കെ പണി കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ വീട്ടിൽ വന്നിരുന്ന് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു സംസാരിച്ചു പോകും അല്ലേ. ഇന്നിപ്പോൾ അങ്ങനെ ആരും ആരുടെ വീട്ടിലും പോയിട്ടിരിക്കില്ല, ആരുടെത്തേക്കും ചെല്ലില്ല. ചെല്ലണമെങ്കിൽ നോക്കിയിട്ട് വേണം. അഥവാ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയും, ഒരു വൃത്തിയില്ല, ഒരു വെടുപ്പില്ല എന്ന് പറയും. അല്ലെങ്കിൽ അവർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇവിടെയൊക്കെ എങ്ങനെയാണ് കിടക്കണം, വേഗം വൃത്തിയാക്കട്ടെ എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ.
അപ്പോൾ ഇന്ന് എന്തിനും ഏതിനും എന്താ പറയുക, മറ്റുള്ളവരെ ബോധിപ്പിച്ചുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. പിന്നെ ആരും ആരുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ. ഇന്നൊക്കെ അങ്ങനെയാണ്. പണ്ട് നമ്മുടെ വീട്ടിലൊരാൾക്ക് വയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൽപ്പക്കത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ തന്നെ ചിലപ്പോൾ അയൽപ്പക്കക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് നമുക്ക് കൂടെ നിൽക്കാനായിട്ടും എല്ലാ സഹായങ്ങൾക്കും ഉണ്ടാവും. ഇന്ന് ആരാ ഉണ്ടാവുക? ഇന്ന് എല്ലാവർക്കും വയ്യാത്തവരാണ്. ഒരാൾക്ക് നമ്മളോട് ഫോൺ വിളിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് വന്ന് കണ്ടു പോവാനോ അതിന് പോലൊന്നും സമയമില്ല കേട്ടോ. എന്നാലും അത്രയൊക്കെ തന്നെയാണ് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ ആരും ഇന്ന് ഒന്നിനും ഇല്ല കേട്ടോ. അതിപ്പോൾ നമ്മൾ അങ്ങടായാലും അവരിങ്ങടായാലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു പോകുന്നവരാണ്. അല്ലെങ്കിൽ കാലങ്ങൾ മാറുന്നതനുസരിച്ച് നമുക്ക് മനുഷ്യന്മാർക്കും വന്നിട്ടുള്ള മാറ്റമാണിത് കേട്ടോ. അപ്പോൾ കാലഘട്ടങ്ങളിലെ മാറ്റങ്ങളാണിത് കേട്ടോ. പിന്നെ പണ്ടത്തെ പോലത്തെ ആരോഗ്യം നമുക്കില്ല. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം. പക്ഷെ മറ്റൊരു വീട്ടിൽ പോയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇന്ന് നമുക്ക് പറ്റൂല്ല. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്കവിടെ ചെയ്യാനായിട്ട് പറ്റൂല. പിന്നെ ആർക്കാർക്കും വയ്യ. അപ്പം ഇന്നൊക്കെ എല്ലാവരും ഭക്ഷണം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ 10 പേരെ വിളിച്ചാലും ഭക്ഷണം ഏൽപ്പിച്ചു. അതാണ് ഇന്നത്തെ കാലഘട്ടം കേട്ടോ. അപ്പം ഈ ഒരു കാലഘട്ടം ഞാൻ പറയുന്നത് ശരിയാണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് തോന്നണില്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.